കർത്താവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആഷി കിഷോർ. ഇതെൻ്റെ ഹസ്ബൻഡ് നിഖിൽ വർഗീസ്. ഞങ്ങൾ കോഴിക്കോട് പാറപ്പടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മെയ് 15, 2024 എൻ്റെ മമ്മിയും ഹസ്ബൻഡിൻ്റെ മമ്മിയും കൃപാസനത്തിൽ കാലങ്ങളായിട്ട് ഉടമ്പടി എടുക്കുന്നവരായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെയും PR ഉണ്ട്, കാനഡ PR ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഹസ്ബൻഡിന് CRS സ്കോർ കാനഡയിൽ PR കിട്ടാനുള്ള സ്കോർ കുറവായിരുന്നു, 500 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനുവേണ്ടി LMIക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. LMI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിനെ കാനഡ ഗവൺമെൻറ്റിന് നമുക്ക് ഈ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നൊരു റിക്വസ്റ്റാണ്. അപ്പം അതൊരു 4 months ആയിട്ട് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നീക്കുപോക്കും ഇല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. ഞാൻ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ഇവിടെ പറഞ്ഞതുപോലെ പാലിച്ചു പോകുന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പോവായിരുന്നു, തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു, മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, പത്രം വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം തന്നെ ചെയ്തു പോന്നു. 3 months എടുത്തില്ല. ആ 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് LMI ശരിയാകുകയും അതിൻ്റെ ഇടയ്ക്ക് IELTS എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കോർ 550 ആയി. ഞങ്ങൾക്ക് PRൻ്റെ ഇൻവിറ്റേഷൻ വന്നു. PR ഡ്രോ വിളിച്ചത് 515 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 3 monthsനുള്ളിൽ തന്നെ PRന് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു. ഞങ്ങൾ PRന് വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് August 27, 2024 ഞങ്ങൾ പിന്നെയും ഞാനിവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് PR എന്ന് പറഞ്ഞ ഇത് വന്നു. PR എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഓഫ് PR ആണ്, കാനഡ PR. അത് വന്നു. ദെൻ 2024 November 27 ഞാൻ വന്നിട്ട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ December 7 ഞങ്ങൾക്ക് ഞങ്ങളുടെ കാനഡ PR കിട്ടി. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. രണ്ടാമത്തെന്ന് വെച്ചാൽ ഒരു അത്ഭുതമാണ്, നിയോഗമായിട്ട് വെച്ചതല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് PRൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഇലക്ട്രോണിക് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അതിന് OTP ആയിരുന്നു അതിൻ്റെ മെയിൻ പ്രോബ്ലം. ഒരു 3 monthsോളം ഈ OTPക്ക് വേണ്ടി മാത്രം ഞങ്ങൾ അക്ഷയയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി കയറി ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒരു ട്രൈ എന്ന രീതിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മമ്മിയും കൂടി ഞങ്ങളുടെ കാശ് രൂപവും ഉപ്പും എടുത്തുകൊണ്ട് അക്ഷയയിൽ പോയി. മമ്മി അക്ഷയുടെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി, ഞാനും മമ്മിയും കാശ് രൂപ എടുത്ത് അക്ഷയൻ്റെ ഉള്ളിൽ കയറി OTPക്ക് വേണ്ടി പിന്നെയും ട്രൈ ചെയ്തു. എനിക്ക് ഫോണിൽ OTP വന്നു, പക്ഷേ ഹസ്ബൻഡിന് മെയിലിലായിരുന്നു. ഹസ്ബൻഡ് കാനഡ ആയതുകൊണ്ട് മെയിലിലായിരുന്നു. മെയിലിൽ OTP വരാൻ 5 അല്ലെങ്കിൽ ഒരു 30 minutes ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും സമയമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ OTP ഞാൻ എൻ്റർ ചെയ്തു. ഹസ്ബൻഡിൻ്റെ OTP എൻ്റർ ചെയ്യാതെ തന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു നമുക്ക് ഒന്ന് ചുമ്മാ സബ്മിറ്റ് അടിച്ചു കൊടുക്കാം എന്താവെന്ന് അറിയാൻ വേണ്ടി. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആപ്ലിക്കേഷൻ പോയി OTP ഇല്ലാതെ തന്നെ. 3 months ഞങ്ങൾ OTPക്ക് വേണ്ടി മാത്രം അക്ഷയ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഈ 2 അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ സ്നേഹാലയം പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കാശ് നൽകി അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു.